ഹലോ, ഇന്ന് എൻ്റെ ഒരു ഡേ കാണിക്കാന്ന് വിചാരിച്ചു. എൻ്റെ ഡേ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഉണ്ടാവും. എണീറ്റ് കഴിഞ്ഞതാ ഇങ്ങനെ ഒന്ന് വിരലിന് പിടിച്ചാൽ ബെഡൊക്കെ ഇങ്ങനെ ക്ലീൻ ആവും എന്ന് വിചാരിക്കേണ്ട, നമ്മൾ തന്നെ മടക്കി വെക്കണം. അപ്പുറത്തെ കുഞ്ഞാറ്റയുടെ ബെഡ് കുഞ്ഞാറ്റി മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. എണീറ്റ് ഉടനെ തന്നെ ബെഡൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അന്നത്തെ ഡേ ഭയങ്കര പോസിറ്റീവ് ആവുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞാൻ കുഞ്ഞാറ്റക്കുട്ടിക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ കുളിപ്പിച്ച് ഞാനും കുളി കഴിഞ്ഞ് വരും. എന്തൊക്കെയാണെങ്കിലും സ്കിൻ കെയർ മുഖ്യം ബിഗിലേ. ഒരു പ്രൊഡക്റ്റിന്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പ പറയും പ്രൊമോഷൻ എന്ന്. പ്രൊമോഷൻ ഒരു തെറ്റാണോ സുഹൃത്തുക്കളെ? കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്നിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പും മുട്ടക്കറിയാണ്. തക്കടൂനുള്ളത് അവിടെ പൊട്ടിച്ചിട്ടെടുക്കും. അത് അവൾ തന്നെ ഒറ്റയ്ക്ക് കഴിച്ചോളൂ. എന്താ കഴിഞ്ഞാൽ കുഞ്ഞാറ്റ് ഒറ്റയ്ക്ക് കഴിക്കുന്നത് കാണുമ്പോൾ തക്കടൂനും ഒറ്റയ്ക്ക് കഴിക്കാനാണ് ഇഷ്ടം. എത്ര വയറ് നിറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ ഒരു ഉരുള വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ വന്ന് നിൽക്കും കേട്ടോ, എന്റെ മൂത്ത കുട്ടി. അതിപ്പോ ഞാനും അങ്ങനെ തന്നെ കേട്ടോ. എന്റെ അമ്മ കഴിക്കുമ്പോൾ ഞാനും പോയി വായ കാണിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട് വൃത്തിയാക്കലും അടുക്കളയിലേക്കുള്ള ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യും. ഇതുണ്ടല്ലോ കട്ടിംഗ് ബോർഡ് അല്ല കേട്ടോ, പിസ്സ പ്ലേറ്റർ ആണ്. പിസ്സ ഉണ്ടാക്കാത്തതുകൊണ്ട് ഞാൻ കട്ടിംഗ് ബോർഡ് ആക്കി യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള ഷൂട്ടിംഗ് ആണ് കേട്ടോ. അപ്പോഴേക്കും കുഞ്ഞുവാവ കരാൻ തുടങ്ങി. പക്ഷെ കുഴപ്പമില്ല, ഇടം വല നിന്ന് സ്നേഹിക്കാൻ രണ്ട് ചേച്ചിമാരല്ലേ. അങ്ങനെ ഷൂട്ട് ചെയ്ത വീഡിയോ അപ്പൊ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കും കേട്ടോ. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുവാവനെ തൊട്ടടുത്ത് കിടത്തിയിട്ടുണ്ടാവും. കുഞ്ഞുവാവക്ക് ഒരു കുഴപ്പമുണ്ട്, ഉണർന്നിരിക്കുകയാണെങ്കിൽ ബെഡിൽ കിടക്കുകയില്ല. അപ്പൊ ഞാൻ എടുത്തിന്റെ മടിയിൽ വെച്ചിട്ടാണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാതെ. ഇപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ അടിച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ കുഞ്ഞാറ്റക്കുട്ടിയാണ് തക്കുടുവിന്റെ കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ എനിക്കില്ല. പിന്നെ തക്കുടുവിന്റെ ഷെൽഫ് കുറെ ദിവസമായിട്ട് റഷ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറെ ഡ്രസ്സുകൾ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ പുറത്തേക്ക് വലിച്ചിട്ട സമയത്ത് അതിൽ നിന്നൊരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് തക്കുടു അത് ഇട്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ. ആക്ച്വലി ഇത് കുഞ്ഞാറ്റക്കുട്ടിയുടെ ഡ്രസ്സാണ്. അവൾക്ക് ചെറുതായപ്പോൾ ഞാൻ എടുത്തു വെച്ചതായിരുന്നു. പിന്നെ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പപ്പയുടെ അടുത്തേക്ക് പോയി പപ്പയ്ക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കാക്കു വെഡിങ് വർക്ക് ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളൂ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ട്. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് കുട്ടികൾക്കും ചോറ് വാരി കൊടുത്തു. അപ്പോൾ ഞാനും ചോറ് കഴിക്കാൻ പോവാണ്. ഇന്നാണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ചോറിന്. ഫുഡ് കഴിക്കുന്ന സമയത്തും ഞാൻ എഡിറ്റ് ചെയ്യും കേട്ടോ. ആക്ച്വലി ഇത് ശരിയായുള്ള കാര്യമല്ല. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ വേണം. പക്ഷേ ടൈം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്ത് പോകണമെങ്കിൽ ഇങ്ങനെ ചില പൊടിക്കൈകളൊക്കെ ചെയ്തേ പറ്റൂ. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മക്കളെയൊക്കെ ഒന്ന് കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഭയങ്കര ചൂടല്ലേ. പിന്നെ എണീറ്റ് വൈകുന്നേരം വീണ്ടും കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചു നേരം കുഞ്ഞാറ്റയുടെ കൂടെ ഇരിക്കും. അവളുടെ വർക്കൊക്കെ ചെയ്യിപ്പിക്കും. പിന്നെ തക്കുടൂനും കുഞ്ഞാറ്റക്കുട്ടിക്കും ഫുഡ് കൊടുക്കും. പിന്നെ ഞാനും ഫുഡ് കഴിക്കും. കാക്കു വർക്കിന് പോയതാണ്. ചില ദിവസമൊക്കെ രാത്രിയാവും വരാന്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ എഡിറ്റിംഗ് ആയിട്ട് കുറേ സമയം ഇരിക്കും. പിന്നെ കുറച്ചു നേരം കുട്ടികളുടെ കൂടെ ഒരു ലെഷർ ടൈം കിട്ടും. അവർക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലുമൊക്കെ ടാബിൽ കാണിച്ചു കൊടുക്കും. മൊബൈലും ടാബും ഒക്കെ കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കണ്ണ് വേണമെന്ന് മാത്രം. പിന്നെ ടാബിൽ ഒരു പാട്ട് കേട്ടപ്പോൾ അതിൽ ഡാൻസ് കളിക്കായിരുന്നു കുഞ്ഞാറ്റയും തക്കുടും കൂടെ. അപ്പൊ കുഞ്ഞാറ്റേന്റെ പുറത്ത് തക്കുടുവിനെ കയറ്റി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തായിരുന്നു. എന്തായാലും നമ്മൾ കുട്ടികളുടെ കൂടെ കുറച്ചു നേരം ലെഷർ ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകും.